ജോമി, ഹലോ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിലെ കമന്റ്സ് ഒക്കെ? എല്ലാവരും മോശമെന്നാ പറഞ്ഞു. ഒന്നുമല്ല, ഇവൻ ധർമ്മജ ഭയങ്കര ആത്മാർത്ഥമായിട്ടാണ് പറഞ്ഞത്. അല്ല, ജോമി ഇവിടെ വന്ന് ബെസ്റ്റ് പെർഫോമർ ആയിട്ട് പോയ ആളാണ്. ആണോ? സലീമേട്ടൻ വന്ന ഒരു എപ്പിസോഡിൽ എനിക്കിപ്പോ ജോമിയെ കണ്ട ഓർമ്മണ്ടല്ലേ? ഗംഭീരമായിട്ട് ചെയ്തു. രണ്ടാം വരവാണ് ജോമി. ഒന്നും കുറയ്ക്കണ്ട. ഇത്തവണയും അതേ വീറോടെ വാശിയോടെ ഗംഭീരമായിട്ട് തമാശകൾ പറയാം. എല്ലാവർക്കും നമസ്കാരം. പിഷാരി ചേട്ടൻ കണ്ടതാണ് എന്നെ കഴിഞ്ഞ വർഷം. എൻ്റെ പേര് ജോമി. ധർമ്മൻ ചേട്ടാ ജോമി എന്നാണ്. എങ്ങാനും സിനിമയിൽ ചാൻസ് ഉണ്ടെങ്കിൽ ദയവ് ഇത് എനിക്ക് തരരുത്. കാരണം ഇപ്പോഴേ വീട്ടിൽ കയറ്റുന്നില്ല, ഇനി സിനിമയിൽ കൂടി അത് ഇതാക്കി എന്താ അവസ്ഥ എന്ന് എനിക്കറിയത്തില്ല. അതൊക്കെ ഇപ്പോഴത്തെ തോന്നല. പെർഫോമൻസ് വളരെ ഭംഗിയായിട്ട് വരാൻ നേരത്ത് ആൾക്കാർ കാണുന്നുണ്ട്. ഈ പരിപാടി ആൾക്കാർ കാണുന്ന പരിപാടി ആയതുകൊണ്ട് പല സംവിധായകരും ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ട് ജോമിയുടെ പ്രകടനം കണ്ടിട്ട് സിനിമയിൽ വന്നാൽ എന്താ പ്രശ്നം? ചില സംവിധായകർ സൈഡിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവസരം തരത്തില്ല അല്ലേ? അങ്ങനെ പറയാൻ പറ്റില്ല. ജോമിനെ വീട്ടിൽ കയറുന്നല്ല, വീട്ടിൽ അല്ല, ആ സംവിധായകർക്കൊക്കെ അവസരം കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ആ സംവിധായകന് കോവിഡൊക്കെ മാറിയിട്ട് പടം ചെയ്യാൻ പറ്റണ്ടേ? എന്നിട്ട് വേണ്ട തരാൻ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളൊരു സാധനത്തിനെ കുറിച്ചാണ്. KSRTC വണ്ടി കയറിയിട്ടുണ്ടോ നിങ്ങൾ? ഉറപ്പായിട്ടും. ഒരു കാലഘട്ടം മുഴുവൻ പച്ചപ്പാസ്റ്റ് എന്ന് വിളിക്കുന്ന പച്ച KSRTC തിരുവനന്തപുരം ഷട്ടിലടിച്ചുകൊണ്ടിരുന്നവരാണ് ഞാനും ധർമ്മജനും. എനിക്ക് യാത്രകൾ ചെയ്യാൻ നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നാട്ടിൽ മാത്രമല്ല, ഞാൻ അമേരിക്ക, ഓസ്ട്രേലിയ, ഞാൻ തള്ളുന്നല്ല സത്യമായിട്ട്, അമേരിക്ക, ഓസ്ട്രേലിയ, യൂറോപ്പ് എന്നീ രാജ്യങ്ങളിലെല്ലാം എല്ലാ രാജ്യങ്ങളും ഞാൻ യൂട്യൂബ് വഴി കണ്ടിട്ടുണ്ട്. ഈ അമ്പരചുംബികളായ സാധനങ്ങളെയൊക്കെ ഫോണിൽ കാണാൻ നല്ല ഭംഗിയാണ്. നേരിട്ട് പോയി വെറുതെ കാശ് കളയരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ധർമ്മചേട്ടൻ, എന്നെയൊക്കെ ബസ്സിൽ ഞാൻ കയറണ വശം ആൾക്കാർ സീറ്റ് ഒഴിഞ്ഞു തരും. അതിൻ്റെ കാര്യമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ആൾക്കാർ സീറ്റ് ഒഴിഞ്ഞു തരും, ഇരുന്നോളൂ പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം KSRTC ബസ്സിൽ ഇല്ലാത്തതും പ്രൈവറ്റ് ബസ്സിലുള്ളതായ 3 കാര്യങ്ങളാണുള്ളത്. ഒന്ന് കിളി, രണ്ടാമത്തെ പാട്ട്, മൂന്നാമത്തത് പ്രത്യേകമായിട്ട് ചില്ലറ. ഇന്നിവിടെ വരാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ അമ്മയുടെ അടുത്ത് അമ്മ കൊഞ്ചം ചില്ലറ താങ്കും അമ്മ, KSRTC വണ്ടിക്ക് കൊടുക്കണം അമ്മ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വരെ വന്നത്. ഈ KSRTC ബസ്സിൻ്റെ ഡോറിൻ്റെ പുറകിലിരിക്കുന്ന ആളുടെ ധാർമ്മിക ഉത്തരവാദിത്തമാണ് വാതിലടയ്ക്കുക എന്നത്, അല്ലേ? നമ്മളെല്ലാവരും അനുഭവിച്ചിട്ടുണ്ട്. യാത്രക്കാരന്റെ ഉത്തരവാദിത്തമാണ്. അതെ. അതുകൊണ്ട് തന്നെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ ഇല്ലാതെ തന്നെ ഇന്ന് എനിക്ക് 8-ൻ്റെ പണി KSRTC തന്നു. കാരണം പിള്ളേർ എണീറ്റുന്നത് കിളിക്ക് വേണ്ടി റിസർവ് ചെയ്ത സീറ്റിലായിരുന്നു. ഞാൻ പെട്ടുപോയി. ഈ ലോക്ക്ഡൗൺ സമയത്ത് ശരിക്കും പെട്ടുപോയത് ആൺകുട്ടികളാണ്. കാരണം അവർക്ക് വീട്ടിലിരുന്ന് ശീലമില്ല. പക്ഷെ നമുക്കങ്ങനെയല്ല, നമ്മൾ ചെറുപ്പം തൊട്ടേ ലോക്കപ്പിലാണ്. അതുകൊണ്ട് നമുക്കൊരു കുഴപ്പമേ ഉണ്ടായില്ല. ഞാനൊരു 20 വയസ്സ് വരെ ശരിക്കും ലോക്കപ്പിലായിരുന്നു. ഇത് പറയുമ്പോൾ കുറേ പേർക്ക് വിശ്വാസം ഉണ്ടാവത്തില്ല. പക്ഷേ ലോക്കപ്പിലെ ജീവിതം എളുപ്പമല്ല. കാരണം 5 മണിക്ക് ബെല്ലടിക്കുമ്പോൾ എണീക്കണം, ബാത്റൂമിൽ പോകാൻ ഒരു ബെല്ല്, കുളിക്കുമ്പോൾ ഒരു ബെല്ല്. നമ്മളെങ്ങാനും ബാത്റൂമിൽ പോയി മുട്ടിയത് എൻ്റെ സമയമായിട്ടില്ല, സമയമാകുമ്പോൾ വായോ എന്നാണ് അവർ പറയുക. കാരണം അവർ തന്നെ നിശ്ചയിച്ച് വെച്ചൊരു സമയമുണ്ട്, ഫുഡ് കഴിക്കാൻ സമയം. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ലോക്കപ്പ് ജീവിതം അടുത്തുകൊണ്ട് തന്നെ ഞാൻ പരോള് വാങ്ങി ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്ക് മാറി. മനസ്സിലായില്ല? ഹോസ്റ്റലിൽ പോകാത്ത പാവം കുട്ടികൾ. ഹോസ്റ്റൽ ജീവിതം ശരിക്കൊരു ലോക്കപ്പ് പോലെ തന്നെയാണ്. 4 ചുമരുകൾക്കുള്ളിൽ അടങ്ങിക്കൊണ്ട് നമുക്ക് എവിടെയും പോകാൻ പറ്റാതെ. അതുകൊണ്ട് തന്നെ പരോള് കിട്ടിയ ഉടനെ ഞാൻ യാത്രകൾ ആരംഭിച്ചു. ഇപ്പം ഞാൻ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്നത് എൻ്റെ വീട്ടിൽ നിന്ന് റേഷൻ കട വരെയാണ്. റേഷൻ കടയിൽ പോയിട്ട് ചേച്ചി കിറ്റ് വന്നായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ കിട്ടുന്നൊരു നിർവൃതി അതൊന്നിനും തരാൻ പറ്റത്തില്ല. ഇപ്പം ഞാൻ റേഷൻ കടയിൽ ഒരു ദിവസം പോയില്ലെങ്കിൽ ചേച്ചി എൻ്റെ വീട്ടിൽ വന്ന് വയ്ക്കും, ജോമിക്ക് എന്തെങ്കിലും പറ്റിയായിരുന്നോ, ഇന്ന് കൊച്ചിനെ കണ്ടില്ല കിറ്റ് വയ്ക്കാൻ. ഈ KSRTC ബസ്സുകളുടെ ഉള്ളിലിരിക്കുന്നവർക്ക് ഒരു പേടിയും വേണ്ട. പക്ഷെ പുറത്തിരിക്കുന്നവർ സൂക്ഷിക്കണം. അതായത് റോട്ടിൽ കൂടെ പോകുന്നവർ. ഫോർ എക്സാമ്പിൾ, KSRTCക്ക് ഓവർടേക്ക് ചെയ്യാൻ അറിയത്തില്ല, അവർക്ക് ടേക്ക് ഓവർ ചെയ്യാൻ മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ട് തന്നെ പുറത്തുള്ളവരൊക്കെ നല്ല പേടിയിൽ വേണം ജീവിക്കാൻ. കേരളത്തിൽ പൊതുവേ നമ്മൾ നുഴഞ്ഞേറ്റക്കാരെ കാണാറില്ല. കാരണം നമ്മളൊരു അതിർത്തി സംസ്ഥാനമല്ല. പക്ഷേ നമ്മുടെ ട്രാഫിക്കിലേക്ക് ഇറങ്ങിയാൽ മതി, 2 ആനവണ്ടിയുടെ ഇടയിൽ കൂടെ 4 സ്കൂട്ടർ ഇങ്ങി പാർക്കി പോകുന്നത്. ശരിക്കും അവർക്കൊക്കെ വേണമെങ്കിൽ ഒരു ഓൺലൈൻ കോഴ്സ് തുടങ്ങാം. എങ്ങനെയാണ് നുഴഞ്ഞു കയറേണ്ടത്, നുഴഞ്ഞു കയറാനുള്ള 101 വഴികൾ എന്നൊക്കെ പറഞ്ഞവർക്ക് വേണമെങ്കിൽ കോഴ്സ് വരെ തുടങ്ങാം. ഈ 2 KSRTC ബസ്സുകൾ നമ്മൾ ഒരിക്കലും കോമ്പറ്റീഷൻ ഇല്ല ചേട്ടാ. എന്ന് വെച്ചാൽ 2 KSRTC ബസ് ഇപ്പം ഇങ്ങനെ നിൽക്കുവാന്ന് വിചാരിക്കുക. 2 ഡ്രൈവർമാർ ഹലോ ഇന്ന് എത്ര സ്റ്റോപ്പിൽ നിർത്തിയില്ല, 3 എണ്ണം ടാർഗറ്റ് എത്തിയിട്ടില്ല, ഒന്ന് ഉറങ്ങി നോക്കുക, ചിലപ്പോൾ പറ്റുമായിരിക്കും. ഇങ്ങനെയൊക്കെയാണ് KSRTC ബസ്സുകൾ. അതേസമയം നിങ്ങൾ 2 പ്രൈവറ്റ് ബസ്സാണ് ആ സ്ഥലത്ത് ഇങ്ങനെ ചിന്തിച്ച് നോക്കിയേ. കൊടുങ്ങല്ലൂർ ഭരണിയായിരിക്കും അന്ന് അവിടെ നടക്കുന്നത്. നീ 2.5 സെക്കൻഡ് നേരത്തെ പോയല്ലേ. ആ ഷിജിമോൻ ആ ജംഗ്ഷനിലിട്ട് ഞാൻ വെട്ടും. പിന്നെയാണ് മനസ്സിലാവും ഷിജിമോൻ ബസ്സാണ്, ഒരു ഓവർടേക്ക് ചെയ്യുന്ന കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. ശരിക്കും
നമുക്കോ പോലീസിനോ അത് മനസ്സിലാവില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഞാനിവിടെ വരുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ജോലി കിട്ടി KSRTCയിലെ കിളിയായിട്ട്. ഞാൻ ഇറങ്ങുന്ന സമയത്ത് എൻ്റെ കണ്ടക്ടർ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ ശമ്പളമോ വേണ്ട, തന്ന ടിക്കറ്റിൻ്റെ ബാക്കി പൈസയെങ്കിലും തന്നാൽ എനിക്കിവിടെ ഇറങ്ങായിരുന്നു. പുള്ളിക്കാരൻ ഭയങ്കര ഫ്രീക്കനായിരുന്നു എന്ന് തോന്നുന്നു. ഭയങ്കര ആറ്റിറ്റ്യൂഡൊക്കെ കാണിച്ചിട്ട് ഹിറ്റ് ദ ബെൽ ഐക്കൺ ആൻഡ് ഗെറ്റ് ഔട്ട് എന്നാണ് എന്നോട് പറഞ്ഞത്. സോ താങ്ക് യു ഗൈസ്, ദാറ്റ്സ് ബീൻ മൈ ടൈം. താങ്ക് യു. ജോമി എന്തോ കൊച്ചു മിടിമിടിക്ക് അങ്ങനെ അങ്ങ് തകർക്കുവാണല്ലോ. കൊള്ളാട്ടോ, നന്നായിട്ടുണ്ട്. ധർമ്മജൻ ചേട്ടാ. ജോമി ഒരു കാര്യം പറഞ്ഞല്ലോ, പെൺപിള്ളേർ പണ്ടേ ലോക്ക്ഡൗൺ ആണ്, ആൺപിള്ളേർ ലോക്ക്ഡൗൺ അല്ല. ഞാൻ ഈ ലോക്ക്ഡൗൺ കാലത്ത് ആവശ്യമില്ലാതെ ലോക്ക്ഡൗണിലായ ഒരാളാണ് ഞാൻ. എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു അപ്പച്ചനുണ്ടായിരുന്നു. ഞങ്ങൾ ഈ ലോക്ക്ഡൗൺ കാലത്ത് സമയം പോകാൻ വേണ്ടി ഒരുമിച്ച് ചീട്ട് കളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു അപ്പച്ചനുണ്ടായിരുന്നു. അപ്പച്ചന് പെട്ടെന്ന് ഒരു അസുഖം വന്നു, ചെസ്റ്റ് ക്യാൻസർ എന്തോ ആയിരുന്നു. അങ്ങനെ അദ്ദേഹത്തെ ആശുപത്രിയിൽ കൊണ്ടുപോയി പരിശോധിച്ച് കൊണ്ടുവന്നു. കുറച്ച് നാൾ ഇങ്ങനെ നടന്നു. അങ്ങനെ നടന്ന് അപ്പച്ചൻ അസുഖം കൂടി, അപ്പച്ചൻ കിടപ്പിലായി. അന്ന് ഒരു ദിവസം ഭയങ്കരമായിട്ട് വായു വലിക്കാനൊക്കെ തുടങ്ങി. മരിക്കാനുള്ളൊരു മുന്നോടിയായിട്ടുള്ള വായു വലിക്കലൊക്കെ തുടങ്ങി. ഞാൻ ചെന്ന് അപ്പച്ചനെ തടയി കൊടുത്തു. അപ്പോൾ അപ്പച്ചൻ്റെ വായിൽ നിന്ന് സ്രവമൊക്കെ വരുന്നുണ്ട്. ഞാനതൊക്കെ തുടച്ചു കൊടുത്തു, നെഞ്ചൊക്കെ തടയി കൊടുത്തു, കൈയൊക്കെ തുടച്ചു കൊടുത്തു. എല്ലാം കഴിഞ്ഞു. അദ്ദേഹം വൈകിട്ടായപ്പോൾ മരിച്ചു. അതായത് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. അവിടെ അറിയുന്നത് അദ്ദേഹത്തിന് കോവിഡാന്ന്. ഞാൻ അപ്പം തന്നെ മുറി കയറി അടച്ചിട്ട് എന്നെ വീട്ടിൽ നിന്ന് പിന്നെ പുറത്തിറക്കിയിട്ടില്ല. ഒരു മുറിയിൽ റേഞ്ച് കിട്ടാത്തൊരു മുറി, TV ഇല്ല, ഒന്നുമില്ലാതെ ഒരു 5-8 ദിവസം അതിൻ്റെ ഉള്ളിൽ കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ റിസൾട്ട് വരുന്നു, പുള്ളിക്ക് കോവിഡ് ഉണ്ടായിരുന്നില്ല എന്ന്. അങ്ങനെ ഒരു 5-8-9 ദിവസം പെട്ടുപോയ ഒരാളാണ് ഞാൻ. KSRTC എന്ന് പറയുന്നൊരു വിഷയം എടുത്തപ്പോൾ ഒരുപാട് തമാശകൾ കയറ്റാൻ പറ്റിയൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അത്തരം തമാശകളൊന്നും കൊണ്ടുവരാനായിട്ട് ജോമിക്ക് പറ്റിയിട്ടില്ല. എന്നാലും പ്രകടനം മോശമല്ല, നന്നായിരുന്നു. താങ്ക് യു. രമേശ് ചേട്ടാ. ജോമി ഗംഭീരമായി. ഈ ധർമ്മജൻ അത്രയും തമാശകൾ എന്ന് പറയുന്നത് ധർമ്മജന്റെ ലെവലിലാട്ടോ പറയുന്നത്. ഇനിയും പറ്റിയേനെ എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ പറഞ്ഞത് മോശം എന്നുള്ളതല്ല. ഇതിലും പറ്റിയേനെ വേണമെങ്കിൽ എന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. നമ്മളുടെ ഒരു പരിപാടിയുടെ സാധനത്തിൽ വളരെ ഗംഭീരമായിട്ടുള്ള പ്രകടനങ്ങളായിരുന്നു. ഈ പ്രൈവറ്റ് ബസ്സും KSRTC ബസ്സും തമ്മിലുള്ള മത്സരം പറഞ്ഞതൊക്കെ വലിയ രസമുള്ള കാര്യങ്ങളാണ്. KSRTC ബസ്സിലെ യാത്ര എത്രയോ നാൾ ഞാനും ധർമ്മനും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തിരുവനന്തപുരം പോക്ക് വരവ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് കൊണ്ടു നടന്നിട്ടുള്ള സാധനമാണ് KSRTC ബസ്സുകൾ എന്ന് പറഞ്ഞത്. ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിച്ചു. ഗംഭീരമായിരുന്നു. ജോമിക്കുട്ടാ, അങ്ങനെയൊക്കെ വിളിച്ചു പോവാട്ടോ. കാരണം ഭയങ്കര രസമാണ്. ജോമി വരുമ്പോൾ ഒരു പ്രത്യേക ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ എനർജി കളയാതെ ഇനിയും വരണം. ഓക്കെ, താങ്ക് യു സോ മച്ച്.